Hi to all, I am Shamina here. ഈ ഫീൽഡിൽ ഒരു ന്യൂ കമറാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഐ വാണ്ട് ടു വെൽക്കം ഓൾ ഓഫ് യു ടു മൈ ന്യൂ ചാനൽ. നമുക്ക് പങ്കുവയ്ക്കാം. നിങ്ങൾ കരുതുന്നുണ്ടാവും ഇതുപോലെ ഒരുപാട് ചാനലുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ എന്ന്. പക്ഷേ ഇവിടെ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. അത് വേറൊന്നുമല്ല, പല ചാനലുകളും നമ്മൾ ചാനലിന് വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കാം. പക്ഷെ ഇവിടെ എൻ്റെ സ്വന്തം ജീവിതാനുഭവമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അത് മാത്രമല്ല, അതുകൊണ്ട് മറ്റുള്ളവർക്ക് പ്രയോജനം കിട്ടുകയാണെങ്കിൽ ആവട്ടെ എന്നുകൂടി കരുതിക്കൊണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് മൈസെൽഫ്. ഞാനൊരു ടീച്ചർ ആയിരുന്നു, ബട്ട് നോട്ട് നൗ. എന്ന് വെച്ചാൽ ഇപ്പോഴല്ല. അതിന് പിന്നിൽ ഒരു ചെറിയ സംഭവമുണ്ട്. ഒരുപാട് പരത്തി പറയുന്നില്ല. ഒരു ആക്സിഡന്റ് എൻ്റെ ജീവിതം അപ്സൈഡ് ഡൗൺ ആക്കി. അത് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, വണ്ടി നമ്മൾ കെയർലെസ് ആയി ഓടിച്ചിട്ടാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ഒരുപാട് റീസണുകൾ പറയാറുണ്ട്. പക്ഷെ അതൊന്നുമല്ല, നമ്മളെ കാത്തിരിക്കുന്ന ചില കാര്യങ്ങൾ നടക്കുക തന്നെ ചെയ്യും. ഞാൻ 9 വർഷത്തോളം വണ്ടി ഓടിച്ചിരുന്ന ആളാണ്. പക്ഷെ എനിക്ക് ആക്സിഡന്റ് പറ്റിയത് എൻ്റെ സ്വന്തം വണ്ടിയിൽ നിന്നല്ല. ഡ്യൂട്ടി സംബന്ധമായ ഒരു ആവശ്യത്തിന് പോവുമായിരുന്നു ഞാൻ. അപ്പോ ഉണ്ടായ ഒരു സഡൻ ഇൻസിഡന്റ്. അപ്പോൾ ഞാൻ ഇതുപോലെ കൂടായിരുന്നു കേട്ടോ. ഞാൻ കരുതി ഒരു ആക്സിഡന്റ് അല്ലേ, അൺകോൺഷ്യസ് ആയി ഹോസ്പിറ്റലിൽ നിന്നാണ് ബോധം വന്നത്. അപ്പോ കരുതി ഓക്കെ ആവും, ഒരു സർജറി, ഒരു 1-2 സർജറിയാണ് ഞാൻ കരുതിയിട്ടുള്ളൂ. സർജറി കഴിഞ്ഞ് പ്ലാസ്റ്ററൊക്കെ ഇട്ട് ഒരു 3 മാസം വീട്ടിലിരുന്ന, പിന്നെ അത് കഴിഞ്ഞിട്ട് ബാൻഡേജും കെട്ടി സ്കൂളിലേക്ക് വീണ്ടും എനിക്ക് എൻ്റെ തട്ടകത്തിലേക്ക് പോകാൻ കഴിയും എന്നൊക്കെയുള്ള പ്രതീക്ഷയിലാണ് ഞാൻ വളരെ സില്ലി ആയിട്ടായിരുന്നു കാര്യങ്ങൾ കണ്ടിരുന്നത്. ഓപ്പറേഷനൊന്നും എനിക്ക് പേടിയൊന്നും തോന്നുന്നതൊന്നുമില്ല, ഫസ്റ്റ് ഓപ്പറേഷൻ. പിന്നീട് കാര്യങ്ങൾ കൂടുതൽ വഷളായി. ഇൻഫെക്ഷൻ വന്നു. അത് മാത്രമല്ല, ഒരു സർജറി കൊണ്ട് തീരാവുന്ന പ്രശ്നമായിരുന്നില്ല എൻ്റെ ആംഗിളിന്, കാലിന്റെ ലെഫ്റ്റ് ആംഗിളിന് പറ്റിയത്. ഇപ്പൊ അതൊക്കെ വളരെ കൂളായിട്ട് പറയാൻ കഴിയുന്നുണ്ട് കേട്ടോ. ദാറ്റ് മീൻസ് ഐ സർവൈവ്ഡ് എ ലോട്ട്. അപ്പോ ഞാൻ 1 വർഷത്തോളം ബെഡ് റിഡൻ ആയിരുന്നു. അപ്പോഴും മനസ്സിൽ എന്താണ്, ഇതും ഒക്കെ സെറ്റായി കഴിഞ്ഞാൽ എനിക്ക് നടക്കാം, പോകാം, ഒക്കെ ഓക്കെയാണ് എന്നുള്ള ഒരു കോൺഫിഡൻസ് അപ്പോഴും ബാക്കിയുണ്ട് മനസ്സിൽ. ഞാൻ പെട്ടെന്ന് അങ്ങനെ പ്രതീക്ഷ കൈവിടുന്ന ഒരാളൊന്നും അല്ല. വളരെ ആക്റ്റീവായിട്ട് എനർജറ്റിക് ആയിട്ട്, ഞാൻ എന്നെ സ്വയം പുകഴ്ത്തി പറയുകയല്ല, എന്നെ അറിയാവുന്നവർക്ക് എന്നെ അറിയാം. അങ്ങനെ എന്തും ഏതും ചോദിച്ചു വാങ്ങിച്ച് ഏറ്റെടുത്ത് ചെയ്യുന്ന, അതിനൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള ഒരാളായിരുന്നു. എനിക്ക് എൻ്റെ വീടിനേക്കാൾ പ്രിയപ്പെട്ട സ്ഥലം എൻ്റെ വർക്കിംഗ് ഫീൽഡായിരുന്നു. എൻ്റെ കുഞ്ഞു മക്കളായിരുന്നു, അവരുടെ പാരൻസ് ആയിരുന്നു, അവരുടെ ചെറിയ ചെറിയ സംശയങ്ങളും ചെറിയ ടോക്കുകളും ചെറിയ വിശ്വാസമൊക്കെ ആയിരുന്നു എൻ്റെ ലോകം എന്ന് പറയുന്നത്. 1 വർഷം കഴിഞ്ഞ് നടക്കാനുള്ള ശ്രമം ആരംഭിച്ചപ്പോഴാണ് സംഗതിയുടെ ഗുരുതരാവസ്ഥ എനിക്ക് മനസ്സിലായത്. മറ്റൊന്നുമല്ല, ഒരു വയസ്സ് കഴിഞ്ഞ, ഒരു 1.5 വയസ്സാവാറായ ഒരു കുട്ടി, അതായത് നടത്തം പഠിക്കാൻ തുടങ്ങുന്ന ഒരു കുട്ടി എങ്ങനെ നടക്കാൻ ശ്രമിക്കുന്നുവോ അതിനേക്കാൾ ഡിഫിക്കൽട്ട് ആയിരുന്നു എൻ്റെ അവസ്ഥ. നടക്കാൻ കഴിയുന്നില്ല. ഒരു കാൽ റെഡിയാണ്, മറ്റേ കാൽ റെഡി അല്ല എന്ന് വേണം എനിക്ക് പറയാം. അപ്പോ പല രീതികളിലൂടെ, ആ പ്രോസസ്സൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. 6 മാസം ഫിസിയോതെറാപ്പി, ദെൻ വിത്ത് എക്യുപ്മെന്റ്സിന്റെ സിവിയറിറ്റി, ആദ്യം വലിയ ഇത് ഉപയോഗിച്ചിട്ട് പിന്നെ ചെറുത് സ്റ്റിക്കിലേക്ക് മാറി, അങ്ങനെ അതൊക്കെ ഓക്കെ ആയി. അപ്പോഴും കാലിലെ നടത്തത്തിൽ ചെറിയൊരു വേരിയേഷൻ ഉണ്ടായിരുന്നു. പഴയ ഞാനായിട്ട് എനിക്ക് നടക്കാൻ കഴിയില്ല, സ്റ്റെപ്പ് കയറാൻ കഴിയില്ല, ഓടാൻ തീരെ പറ്റില്ല. ഓടുക എന്നുള്ള പ്രോസസ്സ് അൺബിലീവബിൾ. ഓടേണ്ട ആവശ്യമൊന്നുമില്ല, നടന്നാൽ തന്നെ മതി എന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ചിന്തിക്കാം. ഓക്കെ, അപ്പോ താങ്ക്സ് എ ലോട്ട് ടു ഗോഡ്, ബിക്കോസ് ഇപ്പൊ എനിക്ക് നടക്കാൻ കഴിയുന്നുണ്ടല്ലോ. കാരണം അത്രയും സീവിയറായ ഘട്ടങ്ങളിലൂടെയാണ് ഞാൻ കടന്നു പോയത്. പിന്നീട് ഞാൻ സ്കൂളിൽ പോയി ഒരു 4 മാസം. അപ്പോഴും എന്റെ കോൺഫിഡൻസ് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. സാധാരണ ശരിയാവും, എനിക്ക് പറ്റും, എനിക്ക് അങ്ങനെ പറ്റാത്ത കാര്യങ്ങളില്ലല്ലോ, എനിക്ക് ചെയ്യാൻ കഴിയും എന്നുള്ളൊരു കോൺഫിഡൻസ്, അഹങ്കാരം എന്ന് വേണമെങ്കിൽ നമുക്ക് പേരിടാം അല്ലെ. അപ്പോ പോയി. സാധാരണയായിട്ട് ഞാൻ ക്ലാസ്സിൽ പോകുമ്പോൾ ടീച്ചിങ് മാനുവലിലോ അല്ലെങ്കിൽ എൻ്റെ ഡയറിയിലോ ഒരു 8-7 ആക്ടിവിറ്റി പിറ്റേന്ന് എൻ്റെ മക്കൾക്ക് മറന്നു പോകാതിരിക്കാൻ വേണ്ടി എഴുതി തയ്യാറാക്കി വെക്കാറുണ്ട്. ടീച്ചിങ് മാനുവൽ നമ്മൾ എഴുതും, ടീച്ചേഴ്സൊക്കെ. അതിന് പുറമെ
എന്നിട്ട് ചില സന്ദർഭങ്ങളിൽ നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കുട്ടികളിൽ നിന്ന് നമുക്ക് ചില സന്ദർഭങ്ങൾ വീണ് കിട്ടും. അപ്പൊ അതും കൂടെ കൂട്ടി വരുമ്പോൾ ചിലപ്പോൾ 8 എഴുതിയിട്ടുണ്ടെങ്കിൽ 9 ചെയ്തിട്ടാണ് മടങ്ങി വരിക, വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് മടങ്ങി വരിക. എനിക്ക് ഈ 4 മാസവും 4 മാസം എന്നല്ല, ഫസ്റ്റ് ഡേ തൊട്ട് 2ൽ കൂടുതൽ ആക്ടിവിറ്റി കുട്ടികളിലേക്ക് എത്തിക്കുക. കുട്ടികൾക്ക് കൊടുക്കണമെങ്കിൽ 9 കൊടുക്കാം, കൊടുക്കുക എന്നുള്ളതല്ല, എത്തിക്കുക. ആ ടേമിൽ വ്യത്യാസമുണ്ട്. എത്തിക്കാൻ പറ്റുന്നില്ല, ആ സത്യം ഞാൻ മനസ്സിലാക്കി. എനിക്ക് എത്തിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി. വേണമെങ്കിൽ എഴുതിയിട്ട് കൊടുത്തു, കുട്ടികളോട് എഴുതിയെടുക്കാൻ പറഞ്ഞു, അത് ആയില്ലല്ലോ, അവരിൽ എത്തണം, അതിന്റെ റിസൾട്ട് എനിക്ക് കിട്ടുന്നില്ല എന്ന് എനിക്ക് ബോധ്യമായി. വീണ്ടും അത് കുറച്ച് ദിവസങ്ങൾ പ്രതീക്ഷിച്ചു. ഈ സമയത്ത് പറയേണ്ട ഒരു കാര്യമുണ്ട്. എൻ്റെ ഫാമിലിയിൽ നിന്നായാലും പിന്നെ എൻ്റെ കൊളീഗ്സ്, എൻ്റെ ഹെഡ്, മാനേജർ, ഇങ്ങനെ എല്ലാവരും നന്നായിട്ട് സപ്പോർട്ട് ചെയ്ത് എനിക്ക് എന്ത് സഹായം ചെയ്തു തരാൻ വേണ്ടിയിട്ട് അവരെന്റെ കൂടെ കട്ടയ്ക്ക് നിൽക്കാന്ന് പറയുന്നത് നമ്മളല്ലേ, അതുപോലെ എൻ്റെ കൂടെ ഒപ്പം നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എന്റെ ഉള്ളിൽ ഞാനും തമ്മിൽ ഭയങ്കര സ്ട്രഗിൾ നടക്കുന്ന സമയമായിരുന്നു. എനിക്ക് നല്ല സ്ട്രെസ് ഉണ്ടായിരുന്നു. എപ്പോഴും സീവിയർ ആയിട്ട് തലവേദന വരിക, വൊമിറ്റിംഗ് ടെൻഡൻസി, ഇതൊക്കെ സ്ട്രെസ്, ടെൻഷൻ, ഭയങ്കര ടെൻഷൻ. കാരണം ഒന്ന് ഫിസിക്കലി ഉള്ള പെയിന്, പിന്നെ നടത്തത്തിലുള്ള മാറ്റം, പെട്ടെന്ന് നടക്കാൻ കഴിയുന്നില്ല, സ്റ്റെപ്പ് കയറാൻ പറ്റുന്നില്ല, ഇറങ്ങാൻ പറ്റുന്നില്ല, ഇങ്ങനെയുള്ള ഒരുപാട് പ്രയാസങ്ങൾ. കയറാൻ ഇറങ്ങാനും പറ്റും, പക്ഷെ ഒരുപാട് സമയം എടുക്കുക. അതും ആരുടെ കൂടെയാണെന്ന് നിങ്ങൾ ആലോചിക്കണം. നമ്മൾ അമ്പ് തൊടുത്തു വിടുന്ന പോലെ പായുന്ന കുഞ്ഞു മക്കളുടെ ഇടയിൽ അവരുടെ കൂടെ അതുപോലെ ഓടിയില്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ നമ്മൾ അതിന് ഉത്തരവാദികളായിരിക്കും. അതെനിക്ക് ഭയങ്കര പേടിയുണ്ടാക്കുന്ന കാര്യം. സർവീസിനിടയിൽ എനിക്ക് അങ്ങനെ ഒന്നും എന്റെ കയ്യിൽ നിന്ന് ഒരു കുട്ടിക്കും ഒരു പോറിൽ പോലും ഏൽക്കല്ലേ എന്നുള്ള ഒരു പ്രാർത്ഥനയോട് കൂടിയാണ് ഇന്നും ഞാൻ ആ ഗേറ്റ് കടക്കാറുള്ളത്. അവിടെ ചെന്നോ, എനിക്ക് കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. 1 മാസം കഴിഞ്ഞു, 2 മാസം കഴിഞ്ഞു. പിന്നീട് എനിക്ക് മനസ്സിലായി ഇത് ശരിയാവുന്നില്ല, നടക്കത്തില്ല കാര്യങ്ങള്. അപ്പോൾ ഞാൻ എടുത്ത തീരുമാനമാണ് ജോലിയിൽ നിന്ന് ക്വിറ്റ് ചെയ്യുക. കാരണം നമ്മളൊക്കെ പറയാറുണ്ടല്ലേ, സ്വരം കേടുവരുന്നതിന് മുമ്പ് പാട്ട് നിർത്തുക. അവരുടെ ഇടയിൽ, നാട്ടുകാരുടെ ഇടയിലായാലും, എന്റെ കുഞ്ഞുമക്കളുടെ ഇടയിലായാലും, എന്നെ അറിയാവുന്ന വർക്കേഴ്സിന്റെ ഇടയിലായാലും, മറ്റുള്ള സ്കൂളിലെ സ്റ്റാഫിന്റെ ഇടയിലൊക്കെ ആയാലും എനിക്കൊരു ഐഡന്റിറ്റി ഉണ്ട്. അത് നഷ്ടപ്പെട്ടിട്ട് ഇപ്പൊ പണ്ടത്തെ ഷമീന ടീച്ചർ അല്ല എന്ന് പറഞ്ഞത് കേൾക്കാനുള്ള ഒരു മനക്കെട്ട് എനിക്കില്ലായിരുന്നു. അപ്പൊ എനിക്ക് തോന്നി എനിക്ക് എന്റെ പേര് എങ്ങനെയാണ് അതുപോലെ തന്നെ നിലനിൽക്കട്ടെ എന്ന് കരുതി ഞാൻ അവിടെ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. ഒരുതരം എസ്കേപ്പിസം. സംഗതി ഞാൻ മെന്ററായിട്ട് ഇപ്പൊ 4 സ്കൂളുകളോളം വർക്ക് ചെയ്തിട്ടുണ്ട്, മെന്ററായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, പിന്നെ ഹെൽപ്പ് ഡെസ്കിന്റെ കീഴിൽ വർക്ക് ചെയ്ത് കുട്ടികളെ കൗൺസിലിംഗ് നടത്തിയിട്ടുണ്ട്. ഇതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്ക് വേറൊരാളെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കാനൊക്കെ എളുപ്പം. പക്ഷെ നമ്മുടെ കാര്യം വരുമ്പോൾ അപ്പോഴാണ് നമ്മൾ അതിന്റെ യഥാർത്ഥ അവസ്ഥ. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ചാനലിന്റെ പിന്നിൽ എന്റെ ഇങ്ങനെ ഒരു ഐഡിയ എന്റെ മനസ്സിൽ വരാനുള്ള കാരണം തന്നെ. അത് അനുഭവിച്ച് സർവൈവ് ചെയ്ത ഒരാൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോ ഞാൻ അത്രയും പ്രയാസങ്ങളിലൂടെയൊക്കെ കടന്നു പോയിട്ടും പിന്നെ വീട്ടിലിരിപ്പായല്ലോ. അപ്പോ വീട്ടിലിരിക്കുന്ന സമയത്ത് ഡിസംബർ തൊട്ടാണ് എന്റെ പ്രോസസ്സ് എന്ന് വെച്ചാൽ റിട്ടയർമെന്റ് പ്രോസസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഗവൺമെന്റ് സർവീസാണ്. എനിക്കിനി വർഷങ്ങൾ പഠിപ്പിക്കാൻ പോവുകയാണെങ്കിലുണ്ട്, എന്നിട്ട് ഞാൻ ക്വിറ്റ് ചെയ്യുകയാണ്. അപ്പൊ ഡിസംബർ തൊട്ട് സ്റ്റാർട്ട് ചെയ്തു. അപ്പോഴും ഞാൻ കരയുകയോ ഇതാക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. എനിക്കൊരു ഫ്രീസിങ് ലൈക്ക് ഫീലിംഗ് ആയിരുന്നു. അപ്പൊ ഒന്നും പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. പിന്നെ ഇതായിരിക്കും എന്റെ ഫേറ്റ് എന്നുള്ളതിന് ഉൾക്കൊണ്ടു എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ തൊട്ടടുത്തൊരു LP ഒരു കുഞ്ഞുമക്കളുടെ സ്കൂളുണ്ട്. ആ സ്കൂളിൽ നിന്ന് ഡിസംബറിലാണ്, ഞാൻ ഇപ്പോഴും അത് ഓർക്കുന്നുണ്ട്, അവിടെ നിന്ന് പ്രയർ കേട്ടു. പ്രയർ കേട്ടപ്പോ ഞാൻ കാല് നീട്ടിയിരിക്കുന്ന ഇടയ്ക്ക് നീര് വരും കാലില്. പെട്ടെന്ന് എണീറ്റ് നിന്നുപോയി ഞാൻ ആ പ്രയർ കേട്ടപ്പോ. അപ്പൊ തന്നെ ഞാൻ മനസ്സിലാക്കി, ഞാൻ സ്കൂളിലല്ല, എന്റെ കുട്ടികളുടെ മുന്നിലല്ല, എന്റെ സ്കൂളിലത്തെ പ്രയറല്ല. ഇത് തിരിച്ചറിയെല്ലാം വിത്തിൻ സഡൻ എല്ലാം പെട്ടെന്നായിരുന്നു. അവിടെ ഞാൻ പൊട്ടിക്കരഞ്ഞു. ആ സമയത്ത് റൂമിൽ ആരും ഉണ്ടായിരുന്നില്ല. നന്നായിട്ടൊന്ന് കരഞ്ഞു. അപ്പോ എന്തോ ഒരു ആശ്വാസം പോലെയൊക്കെ തോന്നി. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് അത്രയും സങ്കടം എന്റെ ഉള്ളിലുണ്ട് എന്നുള്ള കാര്യം. അതുപോലെ തന്നെ അവിടെ കുട്ടികൾ ടീച്ചർ ക്ലാസ് എടുക്കുന്നു, കുട്ടികൾ കോറസായിട്ട് ആ മറുപടി പറയുന്നതും, ആ കുട്ടികൾ ടീച്ചറെ ആ വിളി ഉണ്ടല്ലോ, ചില പൊമ്മച്ചിയെ അല്ലെ ടീച്ചറെ, ഈ വിളികളൊക്കെ ഇങ്ങനെ ചെവിയിൽ കേൾക്കുന്ന പോലെ തോന്നി. കുട്ടികളെ ഒതുക്കി നിർത്തുന്നതിനും അഡ്വൈസ് ചെയ്യുന്നതും അതുപോലെ ആക്ടിവിറ്റീസിന് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതും ഒക്കെ ഇങ്ങനെ കേട്ടുകൊണ്ട് കിടക്കുകയാണ് ഞാൻ. പിന്നെ ലാസ്റ്റ് വൈകുന്നേരം ഇന്റർവെൽ ടൈമില് കുട്ടികളെ പുറത്തേക്ക് വിടുമ്പോൾ ഈ കിളിക്കൂട് തുറന്ന പോലെയാണ്. ആ മക്കള് പുറത്തിറങ്ങി കളിക്കുന്ന ഗ്രൗണ്ടൊക്കെ എനിക്ക് എന്റെ ജനൽ തുറന്നിട്ടാ കാണാം. അവിടെയുള്ള അവരുടെ കളികള്, ഒരു ഫ്രണ്ട്ഷിപ്പ്, ഞാനും അവരുടെ കൂടെ കളിക്കാറുണ്ടായിരുന്നു. വള്ളിച്ചാട്ടം എന്നൊക്കെ പറയില്ലേ നമ്മള്, റോപ്പ് ഉപയോഗിച്ചിട്ട്. അതൊക്കെ ഞാൻ അവരുടെ കൂടെ, അവര് 10 ചാടുമ്പോൾ ഞാൻ അതിലും കൂടുതൽ ചാടിത്തരാന്നൊക്കെ പറഞ്ഞ് കളിക്കുന്നൊരു അങ്ങനെ ഒരു നേച്ചറായിരുന്നു എന്റെ. അപ്പൊ അതൊക്കെ ഇങ്ങനെ മെമ്മറിയിലേക്ക് ഇങ്ങനെ വന്നു. വേഗം ഞാൻ ജനലടച്ചു. ജനലടക്കാനേ എനിക്ക് കഴിയുള്ളൂ. വേറെ മെമ്മറീസ് അപ്പോഴും എന്റെ കണ്ടിന്യൂ ആയിട്ട് ഇങ്ങനെ പോവാണ്. അതെല്ലാം കഴിഞ്ഞു.
പിന്നെ അതുപോലെ തന്നെ നാഷണൽ ആന്തം കേൾക്കുമ്പോൾ എണീറ്റ് നിൽക്കുക, അത് കുറച്ച് ദിവസം എനിക്കുണ്ടായിരുന്നു. പിന്നീട് ഞാൻ അതിനോടൊക്കെ പൊരുത്തപ്പെട്ടു. പക്ഷെ എന്നിൽ ഇങ്ങനെ എന്തൊക്കെയോ മാറ്റങ്ങൾ വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. രാവിലെ ആയിട്ട് നമ്മളെ ക്ലോക്കിന്റെ നീഡിലനുസരിച്ച് വർക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ടല്ലോ. രാവിലെ ആകുമ്പോഴേക്കും പലഹാരങ്ങളും കാര്യങ്ങളൊക്കെ റെഡിയായി നമ്മൾ കുളിച്ച് ഫ്രഷായി നല്ലൊരു മൈൻഡ് സെറ്റോട് കൂടി നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ആ ഒരു സമയത്ത് ഞാനൊന്നും ചെയ്യാനില്ലാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. അതിനെ എനിക്ക് വല്ലാത്തൊരു അവസ്ഥയിലേക്ക് എന്നെ കൊണ്ടുപോയി. പക്ഷേ ആ അവസ്ഥയിൽ ഞാൻ അങ്ങനെ ഇരുന്നാൽ പോരാ എന്ന് എന്റെ ഉള്ളിൽ നിന്ന് ഇനി ഒരു ഇതുണ്ടായിരുന്നു. ഉള്ളിൽ എന്നൊക്കെ നമ്മൾ പറയും അല്ലെ. അപ്പോ അതാണ് എന്നെ വല്ലാതെ സഹായിച്ചത്. ആ സമയത്തൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്, എല്ലാം തുറന്നു പറയാൻ. ബന്ധുക്കളാവരുത്, മക്കളാവരുത്, റിലേറ്റീവ്സ് ആവരുത്, അറിയുന്ന ആരും അല്ലാതെ എനിക്ക് കാണാൻ പറ്റാത്ത ഒരാളാണെങ്കിൽ അത്രയും നല്ലത്. ജസ്റ്റ് ഒരു അരമണിക്കൂർ 1 മണിക്കൂർ എനിക്കൊന്ന് സംസാരിച്ച് എന്റെ മനസ്സിലുള്ള എല്ലാ പ്രയാസങ്ങളൊന്ന് തീർക്കാൻ പറ്റിയെങ്കിൽ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതാണ് ഈ ചാനലിന്റെ പിന്നിലെ എന്റെ പ്രധാന മോട്ടിവേഷൻ. ഞാനൊരു മോട്ടിവേറ്റർ ആയിരുന്നു ഒരിക്കൽ, ഈ ഇൻസിഡന്റിന് മുമ്പ്. അതുപോലെ തന്നെ ഹെൽപ്പ് ഡെസ്കിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് അത് ആവശ്യം വന്ന ഒരു സന്ദർഭം എന്റെ ജീവിതത്തിൽ ഉണ്ടായി. അപ്പോഴാണ് അതിന്റെ ആഴം, ഡെപ്ത് ഞാൻ മനസ്സിലാക്കിയത്. മറ്റൊരു വെറും വാചക കസർത്ത് മാത്രമായിരുന്നു. അങ്ങനെയൊക്കെ എന്റെ മനസ്സിൽ എന്തെങ്കിലും ചെയ്യണമെന്ന് വന്നല്ലോ. എന്ത് ചെയ്യണം, എന്ത് ചെയ്യാൻ പറ്റും? ടീച്ചിങ് ആണെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങളാണെങ്കിലും കുട്ടികളെ മുന്നിലില്ല. അങ്ങനെയൊക്കെ പല രീതിയിൽ ഞാൻ ചിന്തിച്ചു നോക്കി. പല ഇതിലും അപ്ലൈ ചെയ്തു. അവിടെ നിന്നൊക്കെ റിപ്ലൈ കിട്ടുകയും ചെയ്തു. ക്ലാസ് എടുക്കാനുള്ള ഇൻവിറ്റേഷൻ ഒക്കെ കിട്ടി. പക്ഷെ എനിക്ക് എന്റെ വലിയ ജീവനുള്ള കുട്ടികളില്ലാതെ ക്ലാസ് എടുക്കുമ്പോൾ അതൊരു ക്ലാസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ലല്ലോ. അങ്ങനെയാണ് ഞാൻ ഈ തീരുമാനത്തിലെത്തുന്നത്. അപ്പോ ഇവിടെ ഞാൻ വേറെ കാര്യം കൂടി പറയാണ്. പുതിയ ആളായത് കൊണ്ട് എക്സ്പേർട്ട് ആയിട്ടുള്ള യൂട്യൂബേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ അവരുടെ ഇടയിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അങ്ങനെയൊന്നും പറഞ്ഞ് എങ്ങനെയാണ് പറയേണ്ടത് അങ്ങനെയൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. ഞാൻ കമന്റ് ബോക്സിൽ എന്റെ ഫോൺ നമ്പർ തരുന്നതാണ്. ആർക്കെങ്കിലും ചില സമയങ്ങളിൽ നമുക്ക് ആരോടും പറയാൻ പറ്റാത്ത പല പ്രയാസങ്ങളും ഉണ്ടാവും. ഒന്ന് പറഞ്ഞ് ജസ്റ്റ് ഒരു ലിസൺ. ഞാൻ എത്രയോ തവണ ചിന്തിച്ചിട്ടുണ്ട്. ബെഡിൽ കിടക്കുന്ന സമയത്തും അതുപോലെ അല്ലാത്ത സമയത്തും എന്റേത് കേൾക്കാൻ ഞാൻ അറിയാത്ത ഒരു വ്യക്തിയെ എനിക്ക് കിട്ടിയെങ്കിൽ, ഒരു ഗുഡ് ലിസണറെ എനിക്ക് കിട്ടിയിട്ടൊന്ന് പറഞ്ഞു തീർക്കാൻ, പറഞ്ഞു പെയ്തൊഴിയാൻ പറ്റിയെങ്കിൽ എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അതിനുള്ള അവസരം ഞാൻ ഈ ചാനലിലൂടെ ഒരുക്കുകയാണ്. എന്റെ കമന്റ് ബോക്സിൽ എന്റെ നമ്പർ ഉണ്ടായിരിക്കും. ദയവ് ചെയ്ത് കോൾ ചെയ്യരുത്. വാട്സാപ്പിൽ വോയിസ് അയക്കുക. നിങ്ങളുടെ ഐഡന്റിറ്റി ഒരിക്കലും വെളിപ്പെടുത്തുന്നതല്ല. നിങ്ങൾക്ക് പേര് പറയണമെന്നില്ല. നിങ്ങൾക്ക് റിയൽ പേരല്ലാത്ത പേര് പറഞ്ഞുകൊണ്ട് കാര്യങ്ങൾ പറയാം. സ്ഥലമൊക്കെ നിങ്ങൾ ഫേക്ക് ആയിട്ട് പറയാം. നിങ്ങൾക്ക് കേൾക്കാനും അതിൽ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ, അത്യാവശ്യം മെന്ററായിട്ട് വർക്ക് ചെയ്ത കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അതെനിക്ക് പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് ഒരു ആശ്വാസം തരാൻ എനിക്ക് കഴിയുമെന്നാണ് എന്റെ വിശ്വാസം. കാരണം ഇത്രയും വലിയൊരു ക്രൈസിസ് ഞാൻ ഇങ്ങോട്ട് കയറുമെങ്കിൽ തീർച്ചയായിട്ടും അതിനെനിക്ക് സാധിക്കുമെന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങൾ വോയിസ് ആയിട്ട് വിടുക, വോയിസ് ക്ലിപ്പ് ആയിട്ട് വിടുക. ഞാനത് കേട്ട് എനിക്ക് വേറെ എന്തെങ്കിലും കാര്യങ്ങളിൽ ഞാൻ എൻഗേജ്ഡ് ആണ്. വെറുതെ ഇരിക്കാനാവില്ല എന്ന തീരുമാനത്തിന്റെ ബേസിൽ ഓൺലൈൻ സംബന്ധമായ കാര്യങ്ങളിൽ. അപ്പോൾ ഒഴിവുള്ള സമയങ്ങളിൽ ഞാനത് കേട്ടിട്ട് കൃത്യമായിട്ട് ഒരാളെ പോലും ഞാൻ അവോയ്ഡ് ചെയ്യില്ല. കൃത്യമായിട്ട് മറുപടി തരുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് ആ നമ്പർ ഉപയോഗിക്കാം. അത് നല്ല കാര്യങ്ങൾക്ക് മാത്രമേ ഉപയോഗിക്കൂ എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. പിന്നെ വേറൊരു കാര്യം, അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും വരും. അതുവരെ സ്റ്റേ ട്യൂൺ. പിന്നെ മറ്റെല്ലാവരും പറയുന്ന പോലെ എനിക്ക് നിങ്ങളുടെ മോട്ടിവേഷൻ ആവശ്യമുണ്ട്. ആ മോട്ടിവേഷൻ വേറൊന്നുമല്ല. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അതെങ്ങനെ പറയണ്ടേ എന്ന് പോലും ഞാൻ ചിലപ്പോ നമ്മളിങ്ങനെ കുഞ്ഞു മക്കൾ വളരെ ഈസി ആയിട്ട് പറയുന്നത് കേൾക്കാം. അപ്പോ എനിക്ക് പറഞ്ഞു ശീലമില്ലല്ലോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. എനിക്ക് ഒരു നല്ല പ്ലാറ്റ്ഫോം ഒരുക്കി തരിക. എന്റെ കൂടെ നിങ്ങൾ ഉണ്ടാവണം. അതുകൊണ്ടാണ് ഞാൻ എനിക്ക് പങ്കുവെക്കാനുണ്ടെന്ന് പറഞ്ഞത്, നമുക്ക് പങ്കുവെക്കാമെന്ന് പറഞ്ഞത്. എന്നെ സപ്പോർട്ട് ചെയ്യുക എന്റെ ഉദ്യമത്തിൽ. അതിന് എല്ലാവിധ അനുഗ്രഹങ്ങളും ദൈവം നമുക്ക് തരട്ടെ. Be with me always like this. Have a nice day. Stay tuned. Bye.